ചികിത്സയ്ക്കായി കൊൽക്കത്തയിൽ എത്തിയ ബംഗ്ലാദേശ് എംപിയെ കൊലപ്പെടുത്തിയത് ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന് സംശയം. മെയ് 12-ന് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനത്തെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അംഗമായ അൻവാറുൽ അസീം അനാറിനെയാണ് ഒരു ആഡംബര ഫ്ളാറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് പാക്കറ്റിൽ നഗരത്തിൽ പലയിടത്തായി ഉപേക്ഷിച്ചത്. ബരാനഗറിലുള്ള ഗോപാൽ ബിശ്വാസ് എന്ന സുഹൃത്തിന്റെ വീട്ടിലാണ് അനാർ താമസിച്ചിരുന്നത്. എന്നാൽ 13-ന് വൈദ്യപരിശോധനയ്ക്കായി പോയ എംപിയെ പിന്നീട് ബിശ്വാസിനോ ബംഗ്ലാദേശിലുള്ള കുടുംബത്തിനോ ബന്ധപ്പെടാനായില്ല. തുടർന്ന് ബിശ്വാസ് പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ന്യൂ ടൗണിലുള്ള ഒരു ആഡംബര ഫ്ളാറ്റിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി വ്യക്തമായി. മൃതദേഹം തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് പാക്കറ്റിൽ നഗരത്തിന്റെ പല ഭാഗത്തായി ഉപേക്ഷിക്കുകയായിരുന്നു. ആരാണ് അനാറിനെ കൊന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് കൊൽക്കത്തയിലെയും ധാക്കയിലെയും പോലീസ് പരിശ്രമിക്കുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ ജിഹാദ് ഹവൽദാറിനെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. എംപിയുടെ കൊലപാതകത്തിലും മൃതദേഹം അവയവച്ഛേദം നടത്തിയതിലും തനിക്ക് പങ്കുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ധാക്ക പോലീസ് മറ്റൊരു ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തി. കൊലയാളികളിൽ ഒരാളുമായി ബന്ധമുള്ള ഷിലസ്തി റഹ്മാൻ എന്ന യുവതിയാണ് അനാറിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്ന് സംശയിക്കുന്നു. എംപിയെ വശീകരിച്ച് യുവതി ആഡംബര ഫ്ളാറ്റിൽ എത്തിക്കുകയായിരുന്നു. ഫ്ളാറ്റിൽ എത്തിയ ഉടൻ തന്നെ അനാറിനെ വകവരുത്തി. ധാക്ക പോലീസിനെ ഉദ്ധരിച്ച് കൊൽക്കത്ത പോലീസ് പറഞ്ഞു. ന്യൂ ടൗണിലുള്ള ഒരു ആഡംബര ഫ്ളാറ്റിൽ യുവതിക്കൊപ്പം അനാർ പ്രവേശിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ഷിലാസ്തി റഹ്മാനെ ധാക്ക പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനിടെ വെള്ളിയാഴ്ച രാവിലെയാണ് കൊൽക്കത്ത പോലീസ് കൊലപാതകത്തിൽ പങ്കാളിയായ ജിഹാദ് ഹവൽദാറിനെ പിടികൂടിയത്. കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റ് 4 ബംഗ്ലാദേശികളിലേക്ക് ഇയാൾ വിരൽ ചൂണ്ടിയെന്നാണ് സൂചന. ഇക്കൂട്ടത്തിൽ ബംഗ്ലാദേശി വംശജനായ US പൗരൻ അക്തറുസ്സമാൻ ഉൾപ്പെടുന്നു. ഇയാളാണ് സൂത്രധാരൻ എന്ന് കരുതുന്നു. അനാറിനെ വകവരുത്താൻ 5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമല്ല. US-ലായിരിക്കാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അക്തറുസ്സമാന്റെ സുഹൃത്തായ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വാടക ഫ്ളാറ്റിലേക്കാണ് അനാറിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത്. കൊല നടത്തിയത് എങ്ങനെ എന്നതിന്റെ പ്രാഥമിക രൂപം വെളിവായിട്ടുണ്ട്. ഹവൽദാറും കൂട്ടാളികളും കൂടി അനാറിനെ വകവരുത്തി. മൃതദേഹത്തിൽ നിന്ന് തൊലിയുരിച്ച് മാംസം നീക്കം ചെയ്ത് തുണ്ടം തുണ്ടമാക്കി. ആളെ തിരിച്ചറിയാതിരിക്കാനായിരുന്നു അത്. എല്ലുകൾ ചെറു കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗിലാക്കി കൊൽക്കത്തയിൽ പലയിടത്തായി ഉപേക്ഷിച്ചു. ചില ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതായും സൂചനയുണ്ട്. പ്രതികളിൽ ഒരാൾ വലിയ സ്യൂട്ട്കേസുമായി ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുമുണ്ട്. 3 തവണ എംപിയും അവാമി ലീഗിന്റെ കലിഗഞ്ച് ഉപജില്ലാ യൂണിറ്റ് പ്രസിഡന്റുമാണ് കൊല്ലപ്പെട്ട അസീം അനാർ. മരണത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടുക്കം പ്രകടിപ്പിച്ചു. ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് ധാക്ക പോലീസിന്റെ ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് മേധാവി ഹാറൂൺ റാഷിദ് പറഞ്ഞു. കുടുംബപരമോ സാമ്പത്തികമോ ആയ കാരണങ്ങളാണോ നാട്ടുകാരുമായുള്ള ശത്രുതയാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.